ആദ്യം ശ്രീ റോണി കെ ബേബി, ഇതിപ്പോൾ വർഗീയ സംഘടനയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായ ഒരു പിന്തുണ സ്വീകരിക്കലാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് UDF. വി.ഡി. സതീശൻ ഇന്നലെയും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇന്ന് അദ്ദേഹം MV ഗോവിന്ദനെ വിമർശിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതനിരപേക്ഷ സംഘടന, ഞങ്ങളുടെ കൂടെ വന്നാൽ വർഗീയ സംഘടന എന്ന്. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടന അല്ല എന്നുള്ള നിലപാടെടുത്തിരിക്കുന്നത് കോൺഗ്രസും UDF-ഉം? സംഘടനകൾക്കും സാമൂഹിക മതസംഘടനകൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകൾ എടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അതിനെ വിമർശിക്കുവാനുള്ള അധികാരം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സാമുദായിക സംഘടന എന്ന നിലയിൽ ജമാഅത്തെ ഇസ്ലാമി പല സാഹചര്യങ്ങളിലും പല നിലപാടുകൾ എടുത്തിട്ടുണ്ട്. 2016 മുമ്പ് അവരുടെ നിലപാട്, കൃത്യമായി 2006 മുതൽ 2016 വരെ അവരുടെ നിലപാട് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ അവർ പരസ്യമായി തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടുകൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPM ഒക്കെ അതിന് പരസ്യമായി തന്നെ നന്ദിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2016 ശേഷം ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും സംഘപരിവാറിന്റെയും RSSന്റെയും ഒക്കെ ഒരു രാഷ്ട്രീയ നിലപാടുകളുടെ പശ്ചാത്തലത്തില് ജമാഅത്തെ ഇസ്ലാമി അവരുടെ നിലപാടുകൾ അവർ പല സമയത്ത് കോൺഗ്രസിന് അനുകൂലമായി തെരഞ്ഞെടുപ്പുകളിൽ പിന്തുണ നൽകിയിട്ടുണ്ട്. അല്ലാതെ ഞങ്ങള് അവര് UDF-ന്റെ ഭാഗമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഘടകകക്ഷിയല്ല, ഞങ്ങളുടെ അസോസിയേറ്റഡ് മെമ്പർ അല്ല. പക്ഷേ അവരുടെ നിലപാടുകൾ ഞാൻ പറഞ്ഞ പോലെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി മാറുകയാണെങ്കിൽ അതിനെ ഞങ്ങൾ വിമർശിക്കും. പക്ഷെ ഇപ്പോഴത്തെ ദേശീയ സാഹചര്യം വെച്ച് അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ ഞങ്ങൾ അതിനെ പൂർണ്ണ മനസ്സോടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അല്ല, അവർ മതരാഷ്ട്രവാദം, ഇസ്ലാം മതരാഷ്ട്രവാദം ഇത് ഉന്നയിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന കാര്യത്തിൽ. ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണല്ലോ കോൺഗ്രസും UDF-ഉം എടുത്തിരിക്കുന്ന നിലപാട്. ആര് പറഞ്ഞു അങ്ങനെയല്ല എന്ന്? ഇപ്പോൾ സമസ്ത നിങ്ങളെ പിന്തുണയ്ക്കുന്നവരാണല്ലോ, EK സമസ്ത ലീഗുമായി ചേർന്ന് അവർ ഇന്നലെ ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ്. UDF-ന്റെ ഈ നിലപാട്, കോൺഗ്രസിന്റെ നിലപാട്, പ്രതിപക്ഷ നേതാവ് ഈ നിലപാട് പറഞ്ഞതിന് ശേഷമാണ് ഇന്നലെ വൈകിട്ട് സമസ്ത ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയത്. മതരാഷ്ട്രവാദം ഒളിച്ചു കടത്തുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന്, മൗദൂദിയൻ ആശയങ്ങളാണ് അവർ പിന്തുടരുന്നത് എന്ന്, യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ളത്, പൊളിറ്റിക്കൽ ഇസ്ലാം പിന്തുടരുന്നവരാണ് എന്നുള്ള കാര്യം അവർ കൃത്യമായിട്ട് സമസ്ത പറയുകയാണ്. ഇതൊന്നും മുഖവിലേക്കെടുക്കാതെയാണോ ഇപ്പോൾ UDF ഈ നീക്കം നടത്തുന്നത്? അത് അപകടകരമാണ് എന്നുള്ള ബോധ്യം UDF-ന് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളെ മുമ്പ് അവരെ പിന്തുണച്ചിട്ടുണ്ട് LDF-നെ, ഇപ്പോൾ ഞങ്ങളെയും പിന്തുണയ്ക്കുന്നു, അതിലെന്താണ് തെറ്റ് എന്ന് പറയുന്നത് അതൊരു ഒളിച്ചോട്ടമായി മാറും. നിലവിൽ 2026 നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു നിരോധിത സംഘടനയല്ല, ഇന്ത്യയിലെ പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഒരു സംഘടനയാണ്. ഇത് 1991 ശേഷം തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയിലെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി കൃത്യമായി തന്നെ അവരുടെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം 2025 ഡിസംബർ മാസത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉറച്ചു നിൽക്കണം, അല്ലെങ്കിൽ അതിൽ ഈ രാജ്യത്തെ സാമുദായിക ഐക്യം വേണമെന്ന രീതിയിൽ വളരെ കൃത്യമായി തന്നെ ഔദ്യോഗികമായിട്ടുള്ള അവരുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. ഞാൻ വളരെ കൃത്യമായി ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ പറയുക, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ അങ്ങനെയല്ല. ഇഖാമത്തുദ്ദീൻ എന്നുള്ളതാണ് അവരുടെ ആശയമായിട്ട് പറയുന്നത്. അതിനെ കുറച്ചുകൂടി വ്യക്തത ശ്രീ ജവാദ് മുസ്തഫാവി നൽകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.